നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് RCB ഇറങ്ങുമ്പോൾ അവർക്ക് ആ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദ്യം. ബാക്ക് ടു ബാക്ക് IPL കിരീടങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും നേടിയിട്ടുണ്ടാ? 2 ടീമുകൾ നേടിയിട്ടുണ്ട്. CSKയും MIയും അല്ലാതെ മറ്റാരാണ് ഇതൊക്കെ നേടാൻ? അല്ലേ? നേടിയിട്ടുണ്ട് അവർ. ആ പാത പിന്തുടരാൻ അല്ലെങ്കിൽ അവർക്കൊപ്പം ഈ എലൈറ്റ് ഗ്രൂപ്പിലെത്താൻ RCBക്ക് ഇന്ന് കഴിയുമോ എന്നതാണ് ചോദ്യം. 2011 CSK IPL കിരീടം IPL ടൈറ്റിൽ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്തത്. 2010-ലും 2011-ലുമായിട്ട് അവർ കിരീടം ചൂടി. മുംബൈ ഇന്ത്യൻസ് ഇതേ നേട്ടത്തിലേക്ക് എത്തുന്ന 2020-ലാണ്. 2019-ലും 2020-ലും അവർ കിരീടം ചൂടുകയായിരുന്നു. അതുപോലെ 2026 ആ നേട്ടം സ്വന്തമാക്കുമോ RCB എന്നതാണ് അറിയേണ്ടത്. ഏതായാലും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം. ഇന്നത്തെ മത്സരം നടക്കുന്നതാവട്ടെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയായ അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഇതിന് മറ്റു തരത്തിലുള്ള മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കിങ് വേഴ്സസ് പ്രിൻസ് പോരാട്ടം എന്നൊക്കെ പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിരാട് കോഹ്ലി GTക്കെതിരെയുള്ള പ്രകടനം ഇതുവരെ എങ്ങനെയെന്നും നോക്കാം. 9 കളികൾ, GT ഉണ്ടായിട്ട് അധികം കാലമായിട്ടില്ലല്ലോ, അപ്പോൾ 9 കളികളേ ഉള്ളൂ. 9 കളികൾ 503 റൺസ് GTക്കെതിരെ കിങ് കോഹ്ലി അടിച്ചിട്ടുണ്ട്. 71.85 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 153.82 സ്ട്രൈക്ക് റേറ്റിൽ 1 സെഞ്ചുറിയും 4 അർദ്ധ സെഞ്ചുറിയും അടക്കമാണ് ഈ 503 റൺസ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിൻസ് എന്ന് വിളിക്കുന്ന ശുഭ്മൻ ഗില്ല്, അദ്ദേഹം RCBക്കെതിരെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്? GTക്ക് മുമ്പ് അദ്ദേഹം പല ടീമുകളിലുണ്ടായിരുന്നു, KKR അടക്കമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 17 ഇന്നിങ്സുകളാണ് ഇതുവരെ RCBക്കെതിരെ കളിച്ചത്. അതിൽ നിന്ന് 395 റൺസേ അടിച്ചിട്ടുള്ളൂ. കോഹ്ലിയേക്കാൾ കുറവ്. കോഹ്ലി വെറും 9 കളികളിൽ നിന്നാണ് 503 റൺസ് അടിച്ചിരുന്നത്. മാത്രമല്ല ആവറേജിലും വലിയ കുറവുണ്ട്. കോഹ്ലിയുടെ ആവറേജ് 71.85 ആണെങ്കിൽ ശുഭ്മൻ ഗില്ലിൻ്റെ RCBക്കെതിരെയുള്ള ആവറേജ് 28.21 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റിലും കുറവാണ്. കോഹ്ലി 153.82 ആണെങ്കിൽ ശുഭ്മൻ ഗില്ല് 140.56 ആണ്. അപ്പോൾ അതാണ് ശുഭ്മൻ ഗില്ലിൻ്റെ ഇതുവരെയുള്ള RCBക്കെതിരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എഡ്ജ് നമ്മുടെ ഈ കിങ്ങിന് തന്നെയാണ്. ഈ 2 ടീമുകളും 2022-ലാണല്ലോ GT വരുന്നത്. അവിടെ മുതലുള്ള ഒരു കണക്ക് എങ്ങനെയാണ് 2 ടീമുകളുടെയും നോക്കാം. GT 76 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ 47 വിജയങ്ങൾ. RCB ആ കാലയളവിൽ 76 കളികൾ 44 വിജയങ്ങൾ. GTക്ക് 29 പരാജയങ്ങൾ, RCBക്ക് 31 പരാജയങ്ങൾ. വിൻ പെർ ലോസ് നോക്കുമ്പോൾ GT 1.62, RCB 1.42. വിൻ പെർസെൻറ്റേജ് GTയുടേത് 61.8, RCBയുടേത് 57.8. നമ്മൾ ഇത്തരം കണക്കുകൾക്കപ്പുറം ഇന്ന് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. RCB സംബന്ധിച്ചിടത്തോളം ടിം ഡേവിഡിൻ്റെ ഫോം ഇപ്പോൾ ഒന്ന് മങ്ങിയിട്ടുണ്ട്. ടിം ഡേവിഡിൻ്റെ അവസാനത്തെ 5 കളികളിലെ 3 ഇന്നിങ്സുകൾ അവസാനിക്കുന്നത് സിംഗിൾ ഡിജിറ്റ് സ്കോറിലാണ്. സ്ട്രൈക്ക് റേറ്റ് അണ്ടർ 100 ആയിരുന്നു. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന് 1-2 സിക്സറുകൾ അടിച്ചാൽ തന്നെ ബാക്കി താനെ വരും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് ആവശ്യം വന്നാൽ അവർക്ക് ഉപയോഗപ്പെടുത്തണം. മറുഭാഗത്ത് ജെയ്സൺ ഓൾഡറുടെ ബൗളിംഗ് അത് വല്ലാത്തൊരു അഡീഷനായിരുന്നു GTയുടെ സ്ക്വാഡിലേക്ക്. ഇന്ത്യൻ പിച്ചുകളിൽ പോലും അദ്ദേഹത്തിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ബൗൺസ് ഉണ്ടല്ലോ, അത് എതിരാളികളെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും. ഏതായാലും നല്ലൊരു പോരാട്ടത്തിൻ്റെ ദിവസമാണിന്ന്. ആര് കിരീടം തൂക്കും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.